ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 39-ാമത്തെ വാക്യം ദയവായി വായിക്കാം. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. എന്താണ് ജനം കണ്ടത്? ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി യാഗത്തിലേക്ക് ഇറങ്ങി വരുന്നത് ജനമെല്ലാം കണ്ടു. എന്നിട്ട് ആ ജനമെല്ലാം പറയുകയാണ്, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞ് അവർ കവിണ്ണു വീണു. കർമ്മേൽ പർവ്വതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃത്യനായിരിക്കുന്ന ഏലിയാവിന്റെ ശുശ്രൂഷ നടക്കുകയാണ്. അത് വെല്ലുവിളിയുടേതായിരിക്കുന്ന ഒരു ശുശ്രൂഷ നടക്കുകയാണ്. ബാലിന്റെ പ്രവാചകന്മാരുടെ നടുവിൽ ജീവനുള്ള, പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ആരാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നൂറുകണക്കിന് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ഭൃത്യൻ. ഒറ്റയ്ക്ക് നിന്നാലും നിന്റെ വീട്ടിൽ ആരും തന്നെ നിനക്ക് അനുകൂലമല്ല, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിനക്ക് അനുകൂലമല്ലെങ്കിലും, ആരാധനയുടെ നടുവിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലെങ്കിലും, ധൈര്യമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ അഗ്നി ഇറക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം പ്രവർത്തിക്കുവാൻ ഒത്തിരി കൂട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒറ്റ ഒരുവന്റെ അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന മതി. ദൈവം നിന്റെ മേൽ അഭിഷേകത്തെ തന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയെങ്കിൽ സ്വർഗീയ അഗ്നി അത്ഭുതകരമായി ഇറങ്ങി വരും. ഒറ്റയ്ക്ക് നിൽക്കുകയാണ് കർമ്മേലിൽ.